കാലടിക്കടുത്തുള്ള ഒക്കലിലെ സ്റ്റേറ്റ് സീഡ് ഫാം കാണാനാണ് ഞങ്ങൾ ഇന്ന് പോയത്. ഇവിടെ ഇപ്പോൾ ഒരു ഫാം ഫെസ്റ്റ് നടക്കുന്നുണ്ട്. പ്രധാന വഴിക്ക് ഇരുവശത്തുമായി നെൽപ്പാടത്തിനോട് ചേർന്ന് തന്നെ ചെണ്ടുമല്ലി ഇരുനിറത്തിലും വിരിഞ്ഞു നിൽപ്പുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് കുരുമുളകും നട്ടിരിക്കുന്നത്. പന്നിയൂർ ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. പണ്ടുകാലത്തെ കൃഷിസ്ഥലത്തെ ജലസേചന മാർഗങ്ങളിലൊന്നാണ് ഈ തേക്കൊട്ട. ഫെസ്റ്റിൻ്റെ ഭാഗമായി അതിവിടെ ചെറിയൊരു തോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സന്ദർശകർക്കെല്ലാം അത് ഉപയോഗിച്ച് നോക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. എൻ്റെ മക്കളും ആദ്യമായി തന്നെയാണ് ഇങ്ങനെയൊരു തേക്കൊട്ട ഉപയോഗിച്ച് നോക്കുന്നത്. ഈ തോട്ടിൽ മീൻ പിടിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. സ്കൂളുകളിൽ നിന്നും കോളേജിൽ നിന്നും ഈ ഫെസ്റ്റ് കാണാൻ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഉണ്ടറോസ്, വാടാർമല്ലി എന്നീ പേരുകളിലുള്ള ഈ ചെടി ഈ പാതയുടെ ഒരു സൈഡിലായി നട്ടിട്ടുണ്ട്. ഈ ചെടിയുടെ ചുവപ്പ് നിറം ഞാൻ ആദ്യമായാണ് കാണുന്നത്. ഇതിവിടെ മീൻ വളർത്തുന്ന ഒരു ടാങ്കാണ്. നല്ല നീളത്തിലായി ഇതിന് ചുറ്റുമായാണ് ഈ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം മത്സ്യങ്ങളെയും ഇതിൽ വളർത്തുന്നുണ്ട്. ഈ ടാങ്കിന് ഒരു വശത്തായി താമരയും നട്ടിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഗ്ലാസ് ഹൗസാണ്. ഇതിനകത്തും കുറേ തരത്തിലുള്ള ചെടികളുണ്ട്. ഈ ചെടികളും വിൽപ്പന നടത്തുന്നുണ്ട്. ഇതും ഇവിടുത്തെ ചെറിയൊരു മീൻകുളമാണ്. ഇതിവിടുത്തെ മറ്റൊരു കുളമാണ്. ഈ കുളത്തിലും ചൂണ്ടയിടാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾ കൊണ്ടുപോയ ചൂണ്ടയാണ് ഉപയോഗിച്ചത്. കുറേ നേരം ചൂണ്ടയിട്ടെങ്കിലും ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ലായിരുന്നു. ഇത് ഫെസ്റ്റിൻ്റെ ഭാഗമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രീ ഹൗസ് മോഡലാണ്. ഫാം ഫെസ്റ്റിൻ്റെ ലോഗോയാണ് പലതരത്തിലുള്ള നെൽച്ചെടികൾ കൊണ്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫാമിൽ പ്രധാനമായും നെൽവിത്തിൻ്റെ ഉൽപ്പാദനമാണ് നടക്കുന്നത്. പല ഇനത്തിൽപ്പെട്ട നെല്ലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. തെങ്കാശിപ്പട്ടണം സിനിമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാളവണ്ടി ഇവിടെ ഫെസ്റ്റിൻ്റെ ഭാഗമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ട്രീ ഹൗസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫെസ്റ്റിൻ്റെ ഭാഗമായാണ് ഇതും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെൽപ്പാടത്തിന് അരികത്തായി ചീരയും നട്ടിട്ടുണ്ട്. വിളഞ്ഞ നെൽപ്പാടത്തിനരികെ ചുവന്ന ചീര കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇങ്ങനെയൊരു നിറത്തിലുള്ള നെൽച്ചെടി ഞാൻ ആദ്യമായാണ് കാണുന്നത്. കറുപ്പ് നിറമാണ് ഈ നെൽച്ചെടിക്ക്. പല ഇനത്തിൽപ്പെട്ട നെൽച്ചെടിയാണ് ഓരോ പാടത്തും കൃഷി ചെയ്തിരിക്കുന്നത്. ഓരോന്നിനൊപ്പവും അവയുടെ പേരും എഴുതി വച്ചിട്ടുണ്ട്. പല പേരുകളും എനിക്ക് പുതുമ നൽകുന്നതായിരുന്നു. പല പേരുകളും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പേരുകളും ഉണ്ടായിരുന്നു. ഞവര ഇനത്തിൽപ്പെട്ട നെല്ലാണിത്. ഈ ഫാമിലെ വളരെ ചെറിയൊരു പ്ലാവിലും ചക്കകളുണ്ടായി നിൽക്കുന്നത് കണ്ടു. ഈ ഫാം ഫെസ്റ്റിൽ വന്നതിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പാടത്ത് കളിക്കാൻ പറ്റിയതാണ്. ഈ ഒരു സമയത്ത് മാത്രമേ ഇവിടുത്തെ പാടത്ത് നമുക്ക് ഇറങ്ങാൻ സാധിക്കുള്ളൂ. അല്ലാത്ത സമയത്തെല്ലാം ഇവിടെ കൃഷി ഇറക്കുന്ന സമയമാണ്. ഈ പാടത്തുള്ള കളി കുട്ടികൾ വളരെയധികം ആസ്വദിച്ചു.
കൃഷി എന്താണെന്ന് അറിയാനും കൃഷിയുടെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കാനും പല സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു.